ഹലോ, എല്ലാവർക്കും നമസ്കാരം. കണ്ടിന്യൂസ് ഒരു 20 മണിക്കൂറായിട്ടുണ്ടാവും ഞാൻ ഉറങ്ങിയിട്ട്. രാവിലെ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങാമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ഇടയിൽ 1-2 അല്ലറ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നൈറ്റ് ഓഫാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഉറക്കം വരാറില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും അങ്ങനെയാണാവോ? അങ്ങനെ ഇരുന്നിരുന്ന് ഏകദേശം വൈകുന്നേരം 5 മണിയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോഴാണ് എന്നോട് വിനിലേട്ടൻ ചോദിക്കുന്നത്, ഇനി നിനക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്, കാരണം കുറേ നാളായി ബീഫ് കഴിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട്. അപ്പം തന്നെ ഞങ്ങൾ പോയി ബീഫൊക്കെ മേടിച്ചു. പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെറിയുള്ളി അത് മേടിച്ചു. കാരണം ഫ്രഷായിട്ടുള്ളത് മേടിച്ച് കഴിഞ്ഞാൽ തൊലിയൊക്കെ കളഞ്ഞ് കുറേ സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് നമ്മൾ ഫ്രോസൺ ചെറിയുള്ളിയാണ് മേടിച്ചത്. ഞാൻ സത്യം പറഞ്ഞ കുക്കിങ്ങിന് കമ്പനി കൊടുക്കാൻ പോയതല്ല. വേറെ എവിടെ ഞാൻ 5 മിനിറ്റ് ഇരുന്നാലും അവിടെ ഇരുന്ന് ഞാൻ ഉറങ്ങുന്ന അവസ്ഥയായി. അതിൻ്റെ ഇടയിൽ ഞാൻ വിനിലണ്ണോട് പറയുന്നുണ്ട്, സംസാരം നിർത്തരുത്, ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. പിന്നെ സംസാരിച്ച കാര്യങ്ങളൊന്നും നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഞാൻ ബീപ്പ് സൗണ്ട് ഇടേണ്ടി വരും, അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കുന്നത് നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പൊന്നും പാച്ചും അവിടെ ടി വിയൊക്കെ കണ്ട് അവർ എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ പാച്ചിന് കുറച്ച് ചായയൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ചായയൊക്കെ കൊടുത്തു. ഈ ബീഫ് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ വിനിലേട്ടൻ മണത്തൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഡൗട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഒരു 3-4-5 പ്രാവശ്യം ഞാൻ ഈ സെയിം കറി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു ബീഫ് കറിയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ നമ്മൾ മിനിമം ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരുപാട് സ്പൈസസ് ഒക്കെ വാരി വലിച്ചിട്ടിട്ട് ആ ബീഫിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് നമ്മൾ കളഞ്ഞിട്ടില്ല. നോക്കിയാൽ നമ്മുടെ ബീഫ് കറി ഏകദേശം റെഡിയായി. അതിന് കുറച്ച് സമയം ഇരുന്നൊന്ന് വറ്റണം. പക്ഷേ വിനിലേട്ടന് ജിമ്മിൽ പോകേണ്ടതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രീ വർക്കൗട്ട് മീലായിട്ട് അത് കഴിച്ചിട്ട് പോയി ആൾ. ബീഫ് കഴിക്കണം എന്ന് പറഞ്ഞ സമയത്തുള്ള ഒരു ആവേശമൊന്നും ഇപ്പം എനിക്കില്ല. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്നേ ഉള്ളൂ. അതിന് മുമ്പ് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുക്കണമല്ലോ. ആദ്യം എനിക്കൊരു എനർജി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ചിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.